ഹായ് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഡിയർ മൈ സ്റ്റുഡൻസ്, നമ്മളെല്ലാം +1-കാരാണ്. SLC കഴിഞ്ഞ് +1-ലേക്ക് എത്തി. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നപ്പോൾ മലയാളം മീഡിയത്തിലുണ്ടായിരുന്ന കുട്ടികൾക്ക് വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ? ടേംസ് അങ്ങനെ പഠിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് ഒന്ന് കിടക്കാം. അതേതാണ്? സെറ്റ്സ്. എന്താണ് സെറ്റ്? സെറ്റ് ഈസ് എ well-defined collection of objects. എന്താണ് well-defined collection? വളരെ ക്ലിയർ ആയിട്ട്, വളരെ വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ള, ആർക്കും ഒരു സംശയവും വരാതെ ഇന്ന ഇന്ന മെമ്പേഴ്സ് ആണ്, ഇന്ന സംഖ്യകളാണ്, ഇതാണ് അതിലെ സംഖ്യകൾ, അല്ലെ ഇതാണ് അതിലെ അംഗങ്ങൾ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിനെയാണ്, ഒരു കളക്ഷനെയാണ് നമ്മൾ സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Is it clear? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഡേഞ്ചറസ് ആനിമൽസ്. Which are the 10 dangerous animals in the world എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെയാണ് ഡേഞ്ചറസ് ആനിമൽ എഴുതുക? ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഡേഞ്ചറസ് ആനിമൽ, ഒരു ആനിമലിനെ കുറിച്ച് ഞാൻ പറയാം. ഡോഗ് ഒരു ഡേഞ്ചറസ് ആനിമൽ ആണെന്നാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴിയിൽ കൂടി പോകുന്ന കുട്ടികൾക്ക് പലപ്പോഴും കടിയേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ പേ പിടിച്ചു കഴിഞ്ഞാൽ പേപ്പട്ടേക്ക് നമ്മൾ പറയും അല്ലേ, സ്ട്രേ ഡോഗ്സ് നമുക്ക് ഒത്തിരി അപകടങ്ങൾ വരുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഡേഞ്ചറസ് ആനിമലാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന പെറ്റായിട്ടുള്ള ഡോഗ്സ് ആണ് നമുക്ക് പലർക്കും അറിയുന്നത്. ഇപ്പം നിങ്ങൾ പറയുമോ ഇത് ഒരു ഡേഞ്ചറസ് ആനിമലാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഡേഞ്ചറസ് എന്നുള്ള ഡെഫിനേഷൻ എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഡേഞ്ചറസ് ആനിമലിന്റെ ലിസ്റ്റിൽ ഡോഗിനെ പെടുത്താമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതേപോലെ ഏതൊരു ആനിമലിനെ എടുത്തു കഴിഞ്ഞാലും അത് ഡേഞ്ചറസ് ആനിമൽ ആണോ എന്ന് പറയാൻ ക്ലിയർ ആയിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സെറ്റ്സ്. അപ്പോൾ എ സെറ്റ് ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ അത് സെറ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അതാണ് അതിന്റെ കാരണം. ഇനി നമുക്ക് പറയാം, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ, നാച്ചുറൽ നമ്പേഴ്സ് 1 to 10, 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം. 1 2 3 4 5 6 7 8 9 and 10. ഇത് വെൽ ഡിഫൈൻഡ് ആണ്. നമുക്ക് കണക്ക് പഠിച്ചിട്ടുള്ള ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും, ഏത് മുതിർന്നവരോട് ചോദിച്ചാലും 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 up to 10. ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. അതുപോലെ തന്നെ സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം there is no importance for the order. അതായത് 1 2 3 10 വരെ എഴുതുന്നതിന് പകരം ഒരു കുട്ടി 10 9 8 എക്സെട്ര 1 വരെ എഴുതിയാലും അതും സെയിം സെറ്റാണ്. സെറ്റിനകത്ത് അങ്ങനെ പ്രത്യേകതകളൊന്നും ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും സെറ്റിലെ മെമ്പേഴ്സിനെ എഴുതാം. ഒരാളിപ്പോൾ എഴുതുന്നു 5 10, പിന്നെ എനിക്ക് 1 2 എഴുതുന്നത് ഒരു പ്രശ്നമില്ല. there is no specific order for the മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ട് ഒരു ഓർഡറും ഇല്ല. അത് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓർഡറിൽ വേണമെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഓർഡറിൽ വേണമെങ്കിലും സെറ്റിനെ എഴുതാം. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് അടുത്ത എക്സർസൈസിന്റെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ എന്താണ് സെറ്റ് എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെറ്റിനെ എങ്ങനെയൊക്കെ എഴുതാം. ഞാനിപ്പോൾ പറഞ്ഞു 1 2 3 എന്ന് പേർക്ക് നമ്മൾ 10 വരെ എഴുതും. ഈ ഒരു മെത്തേഡിൽ നമ്മൾ പറയുന്ന പേരാണ് റോസ്റ്റർ മെത്തേഡ്. എന്താണ് റോസ്റ്റർ? ROSTER. റോസ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മെമ്പേഴ്സിനെ സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പ്രത്യേകം എഴുതുന്നു. 1 2 3 4 അങ്ങനെ 10 വരെ എഴുതുന്നതിനെയാണ് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗണം. 1 to 10 വരെയുള്ള 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതുന്ന സെറ്റാണ് സെറ്റ് 1 2 3 etc. to 10.
ഇനി അത് എഴുതുന്നതിന് പകരം നമ്മൾ എഴുതാറുണ്ട് ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ്, അവിടെ എക്സ് എന്നാണ് എഴുതുന്നത്, സെറ്റ് ഓഫ് എക്സ്, സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is, എന്താണ് x? x is the number, x is a natural number up to 10. x is a natural number between 1 and 11, between x is a natural number below 11. 11 താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറയാം. കാരണം 1 2 3 10 വരെ എഴുതുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും 11 താഴെയാണ്. അതുകൊണ്ട് ഈ ഇതിൽ നമ്മൾ എഴുതുന്ന എല്ലാ നമ്പേഴ്സിനും ബാധകമായ ഒരു കണ്ടീഷനാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ 1 മുതൽ 10 വരെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 1 അതിനകത്ത് വരുന്നുണ്ട്. അല്ലെ ബിറ്റ്വീൻ 1 and 10 എന്ന് പറയാൻ പറ്റില്ല, കാരണം 1 and 10 അതിന് വരുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 11 താഴെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗണം എന്ന് എഴുതുന്നതായിരിക്കും. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നാച്ചുറൽ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ബിലോ 11 എന്ന് എഴുതുന്നതായിരിക്കും നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നല്ലത്. അങ്ങനെ ആ സെറ്റിന്റെ കണ്ടീഷൻ എഴുതുന്നതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുക. ഇറ്റ് ഈസ് ദ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നിങ്ങൾ റോസ്റ്റർ മെത്തേഡ് പഠിച്ചു, സെറ്റ് ബിൽഡർ മെത്തേഡ് പഠിച്ചു. ഇനി നമ്മൾ സെറ്റിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സിമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നാച്ചുറൽ നമ്പേഴ്സ് ഡിനോട്ടഡ് ബൈ n. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, they are counting numbers from 1 to 1 2 3 etc. അല്ലേ? അപ്പോൾ 1 2 3 etc. എന്ന് നമുക്ക് എത്ര വരെ എഴുതാം? എത്ര വരെ വേണമെങ്കിലും എഴുതാം. ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ക്യാപിറ്റൽ ലെറ്റർ n. എഴുതിട്ടോ? നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ദ സെറ്റ് ഓഫ് ക്യാപിറ്റൽ, നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ n. Is it okay? Then next you have to study integers. എന്താണ് integers? Integers എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം integers ആണ്. 1 2 3 എന്ന് പറയുന്ന എല്ലാ നമ്പേഴ്സും integers ആണ്, സംഖ്യകൾ അല്ലേ? 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സിനെയും ഇന്റിജേഴ്സിനെയും 1 2 3 etc. up to 9. അതുപോലെ തന്നെ they are positive integers 1 2 3 etc. up to 9. 10 താഴെയുള്ള integers, 10 താഴെയുള്ള നെഗറ്റീവ്, 10 താഴെയുള്ള ഇന്റിജേഴ്സിൽ 1 2 3 മാത്രമല്ല 0 കൂടെ വരും. അതുപോലെ തന്നെ there are negative integers ഉണ്ട്, നെഗറ്റീവ് 1 2 3 etc. പക്ഷെ നിങ്ങൾക്ക് ഭാഗത്തിന് നെഗറ്റീവ് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പോസിറ്റീവ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇന്റിജേഴ്സിൽ പോസിറ്റീവ് ഇന്റിജേഴ്സിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ z+ എന്ന് എഴുതുക. Is it clear? ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് 1 2 തുടങ്ങിയ സംഖ്യകളെയാണ് നമ്മൾ ഇന്റിജേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ നെക്സ്റ്റ്? റാഷണൽ നമ്പേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, റാഷണൽ നമ്പേഴ്സ് അല്ലേ? എന്താണ് റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് q കൊണ്ടാണ്. q ഈസ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണല്ലോ, they are q+. Is it clear? Positive rational numbers is denoted by q+. Negative rational numbers ആണെങ്കിലോ negative rational numbers denoted by q-. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് രേഖീയ സംഖ്യകൾ, അതായത് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് രേഖീയ സംഖ്യകളെ, അതായത് റിയൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് സൂചിപ്പിക്കുന്ന ലെറ്റർ r. പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ r+, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ r-. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്താണ്, റാഷണൽ നമ്പേഴ്സ് എന്താണ്, ഇന്റിജേഴ്സ് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? ഇതിന്റെ സിമ്പിൾസ് നിങ്ങൾ നോക്കുക. n ഫോർ നാച്ചുറൽ നമ്പേഴ്സ് ഫസ്റ്റ് ലെറ്റർ ആണ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് n. അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് r. അത് രണ്ടും നിങ്ങൾ മാർക്കില്ല. ഇന്റിജേഴ്സിന്റെ ഡിനോട്ട് ചെയ്യാൻ z യൂസ് ചെയ്യുക, റാഷണൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് q യൂസ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെടാം. അത്യാവശ്യം കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സർസൈസുകൾ ചെയ്യാം. ഓക്കെ ഓക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് എ സെറ്റ്? സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. എന്താണ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇറ്റ് ഈസ്
ക്ലിയർലി ഡിഫൈൻഡ്. ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എഴുതുന്നതാണ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. നമ്മൾ ആ ഡോഗ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് വെൽ ഡിഫൈൻഡ് അല്ല എന്ന് നമുക്ക് ക്ലിയർ ആയി. അതുപോലെ നാച്ചുറൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്താണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എലമെന്റ്സ്, എന്താണ് സെറ്റ്. നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ പഠിച്ചു റോസ്റ്റർ മെത്തേഡ് അല്ലേ? റോസ്റ്റർ മെത്തേഡിലാണെങ്കിൽ നമ്മൾ പഠിച്ച 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതുമ്പോൾ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഇങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് 1 മുതൽ 10 വരെ പെർഫെക്റ്റ് എഴുതുക. ഓരോന്നും എടുത്തെടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ പറയുന്നത് റോസ്റ്റർ മെത്തേഡ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇറ്റ് ഈസ് ദ റോസ്റ്റർ മെത്തേഡ്. ഇനി ഇത് നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞു? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് അല്ലേ എക്സ്. ഇത് വായിക്കുന്നത് ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ്. ഒരു എക്സിനെ അല്ല ഉദ്ദേശിക്കുന്നത്, ഓൾ എക്സ്. ഒരു കോളുണ്ട്, 2 കുത്ത് അറിയാലോ അല്ലേ? എന്നിട്ട് നമ്മൾ എഴുതും എക്സ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് such that, എങ്ങനെയാണ് വായിക്കുന്നത്? It is the set of all x such that x is a natural number below 11. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. x is a natural number below 11. 11 താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണ് x എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 1, 2, 3 etc. up to 10. 10 വരെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ബിലോ 11 ആണ്. അതുകൊണ്ട് ഇതിനെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. x is a natural number below 11. Then നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ സിംബൽസ് ആയിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു നിങ്ങൾ പഠിച്ച സിംബൽസ്? n. What is n? n is the set of natural numbers. z is the set of integers. q is the set of rational numbers and r is the set of real numbers. Is it clear? n is the set of natural numbers. First letter n ആണ് ഓർക്കുക. r is the set of real numbers. First letter r ആണ് ഓർക്കുക. പിന്നെ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളത്, നമുക്ക് മാറ്റാൻ സാധ്യതയുള്ളത് z and q ആണ്. z is the set of integers and q is the set of rational numbers. അതൊന്ന് ഓർമ്മിച്ചു വെച്ചു. Then നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ സെറ്റിന് റോസ്റ്റർ മെത്തേഡിൽ നമ്മൾ എഴുതിയ നാച്ചുറൽ നമ്പേഴ്സിന്റെ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിന് നമുക്കൊരു പേര് കൊടുക്കാം എ. ഈ എ എന്ന് പറഞ്ഞ സെറ്റില് 5 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിച്ചതാണ്. ഈ സെറ്റിൽ 5 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? 5 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും 5 ഈസ് എ മെമ്പർ ഓഫ് എ. അല്ലെങ്കിൽ 5 ബിലോങ്സ് ടു എ എന്ന് എഴുതിയാലും മതി. 5 ബിലോങ്സ് ടു എ. ഇതിന്റെ അർത്ഥം 5 ഈസ് എ മെമ്പർ ഓഫ് എ. എയുടെ ഒരു മെമ്പർ ആണ് 5. 5 ബിലോങ്സ് ടു എ. അതുപോലെ 12 ആണ് ഞാൻ പറയുന്നതെങ്കിൽ 12 ഈസ് നോട്ട് എ മെമ്പർ. നോട്ട് ബിലോങ്സ് ടു 5 ഈസ് നോട്ട് എ മെമ്പർ. അല്ലെങ്കിൽ 5 നോട്ട് ബിലോങ്സ്. 12 നോട്ട് ബിലോങ്സ്. അപ്പോ ഇതില് നമ്മൾ എപ്പോഴും ബിലോങ്സ് ടു എന്നോ ഈസ് എ മെമ്പർ എന്നോ സ്പെസിഫിക് ആയിട്ട് എഴുതി കഷ്ടപ്പെടണ്ട. നമുക്ക് ഈ സിമ്പിൾ ഇട്ടാൽ മതി. ഈ സിമ്പിൾ വായിക്കുന്നത് എപ്സിലോൺ. അപ്പോൾ 5 എപ്സിലോൺ എ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 5 belongs to A or 5 is a member in A. Then 12 not belongs to A. കാരണം എയിൽ 10 വരെയുള്ള നമ്പേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയും 12 not belongs to A. Is it clear? ഇത്രയും നിങ്ങൾ പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് റെഡി ആയിക്കോളുക. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം. Is it okay?
ഓക്കെ, താങ്ക് യു.